വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഉണ്ണി മാംഗോ. എന്റെ യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനലിന്റെ പേര് ഉണ്ണി മാംഗോ. എന്റെ പേര് ഉണ്ണിമായ. ശരിക്കുള്ള പേര് അക്ഷര എന്നാണ്. നാട്ടുകാർക്കല്ല എന്നെ ഉണ്ണിമായ എന്ന് അറിയത്തുള്ളൂ. വീട്ടിൽ വിളിക്കുന്ന പേര് ഉണ്ണിമായ. എന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് അക്ഷര. ഉണ്ണിമാങ്ങോ ഇടാൻ കാരണം എന്റെ ഉണ്ണിമായ എന്നുള്ളൊരു പേരില്ലേ, ഉണ്ണിമായ എന്നുള്ളൊരു പേരിനെ എല്ലാവരും ഉണ്ണിമാങ്ങ, കണ്ണിമാങ്ങ എന്നൊക്കെ വിളിച്ച് അങ്ങനെ 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 വിളിച്ചാണ്ടാ ഇരിക്കുന്നത്. എന്റെ കാര്യം ശരിക്കും ഉണ്ണിമായ ഇതുവരെ ഞാൻ വിളിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരും ഉണ്ണിമാങ്ങ, ഉണ്ണിയായ, ഉണ്ണിമാങ്ങ, ഉണ്ണി കണ്ണിമാങ്ങ, ഉണ്ണി മാംഗോ എന്നൊക്കെയാണ് വിളിക്കുന്നത്. എനിക്ക് പല പേരുകളാണ്. ഈ ചാനൽ തുടങ്ങുന്ന കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നതായിരുന്നു. ഒരു മൈൻഡ് സെറ്റിൽ ഞാനങ്ങ് തുടങ്ങുന്നു. ഇപ്പോൾ പച്ച പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല. പച്ച പിടിച്ചാൽ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കും. എല്ലാം കൂടെ കൊണ്ടുപോകണം, പഠിപ്പും ഇതും എല്ലാം കൂടെ കൊണ്ടുപോകണം. അപ്പം ഇച്ചിരി ടാസ്ക് ഉള്ള കാര്യം തന്നെ. ഫുഡ് എടുത്തു. ഫുഡിൻ്റെ കൂടെ നിന്ന് പായസം ഉണ്ടായിരുന്നു. പായസം 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 പക്ഷേ കണ്ടിട്ട് പരിപ്പ് പായസമാണെന്ന് തോന്നുന്നു. ഭയങ്കര വെള്ളം. എന്തിനാണോ എന്തോ ഇരുന്ന് ബെല്ലടിക്കുന്നത്. ഭയങ്കര ബെല്ല്. ഞങ്ങളുടെ ഫ്ലവറിലാണ് ബെല്ല് കൊണ്ട് വെച്ചേക്കുന്നത്. ചെവിതല കേൾക്കണ്ട, ചെവിതല. ഓ, ചോറ് തിന്നാൻ പോവാ. ചോറിന് കറി, തക്കാളി കറി, തക്കാളി മഞ്ഞക്കറി, പിന്നെ എൻ്റെ വീട്ടിലെ ചമ്മന്തിപ്പൊടി, പിന്നെ ഇവരുടെ പരിപ്പ്, ബീട്രൂട്ട്, ചീര എല്ലാം കൂടെ വരട്ടിയൊരു കറി. ഇതെല്ലാം കൂടെ കൂട്ടി പായസമൊക്കെ വെച്ച് നമുക്കിനി കഴിക്കാം. മാക്സിമം ഇത് തിന്നാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ തിന്നുന്നു. ഒട്ടും പറ്റാത്തപ്പോഴാണ് ഞാൻ കടയിൽ പോയി ഫ്രൈഡ് റൈസ് വാങ്ങി തരുന്നത്. 30 രൂപയുള്ള ഫ്രൈഡ് റൈസ്. അത് കഴിച്ച് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ കാര്യം. കഴിച്ചാലേ ആരോഗ്യം വെക്കൂ, അതുകൊണ്ട് കഴിക്കണം. ഇങ്ങനെ പറഞ്ഞ് നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മൾ കഴിക്കും. ഒരു സൺഡേ ആയിരിക്കും, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സൺഡേ ആയിരിക്കും. സൺഡേയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എന്നെ മാക്സിമം പറ്റുന്ന പോലെ ഞാൻ എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ അയ്യോ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ നിങ്ങൾ പറയും നിന്റെ വീഡിയോ കണ്ടാലും കണ്ടില്ലല്ലോ, എനിക്കില്ല, നീ വീഡിയോ ഇടാതിരിക്കും, എന്താണ് ഞാൻ ചെയ്യുന്നത്, നീ ഏതാ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ വരും എന്നെനിക്കറിയാം, നീ ഏതാ. ഞാൻ ആരുമില്ല, ഞാൻ ആരുമില്ലെന്നല്ല, ഞാനൊരു മനുഷ്യനാണ്. ഞാനൊരു സാധാരണ ഒരു കുടുംബത്തിൽ ചുമ്മാ ഒരാഗ്രഹം തോന്നി യൂട്യൂബ് ചാനൽ തുറക്കുന്നവരാ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, വേണ്ടെങ്കിൽ കാണണ്ട, നിർബന്ധിക്കുന്നില്ല. കാണുന്നവർ കണ്ടോട്ടെ, കാണാത്തവർ കാണണ്ട, ഒന്നും നിർബന്ധിക്കുന്നില്ല. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ എൻ്റെ വീഡിയോ. പിന്നെന്താ പരിപാടീസ് ഒക്കെ ഉണ്ട്. എൻ്റെ പരിപാടീസ് മീൻസ് എനിക്ക് കുറച്ച് ബ്രേസ്ലെറ്റ് മേക്കിംഗ് ബിസിനസ് ഒക്കെ ഉണ്ട്. ഒരു വളർന്നു വരുന്ന ഒരു ബിസിനസ് വുമനാണ് ഞാൻ. പിന്നെ സ്വയം പറയുന്നേ ഉള്ളൂ. എന്നാലും ആൾക്കാരൊക്കെ വാങ്ങുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള പിള്ളേരൊക്കെ വാങ്ങുന്നുണ്ട് എൻ്റെ ബ്രേസ്ലെറ്റ്. അപ്പം അതിൻ്റെ ഒരു പരിപാടി ഞാൻ പഠിത്തത്തിൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. എനിക്കറിയില്ല ഗൈസ് എന്തിൻ്റെ കേടാണ്. ഇല്ലാത്ത ഓരോ റെസ്പോൺസിബിലിറ്റീസ്, ഓരോ ഇതും ഞാൻ എൻ്റെ തലയിലോട്ട് കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും നമ്മളത് ചെയ്യണം. വെറുതെ ഇരുന്ന് പഠിത്തം മാത്രം നോക്കുന്നതിലും നല്ലത് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് കൂടെ. അപ്പം പഠിത്തം മാത്രം വേണ്ട, നമുക്ക് നമ്മുടെ സന്തോഷം നൽകുന്ന കാര്യങ്ങളും കുറച്ച് ഇതായിട്ട് അതിൻ്റെ ഒപ്പം ഞാൻ എന്തോ പറയുന്നത് അതിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണം. സോ അതുകൊണ്ട് ഞാൻ ഒരു ബ്രേസ്ലെറ്റ് മേക്കിംഗ് ബിസിനസ് തുടങ്ങി. അതിപ്പോൾ ഇങ്ങനെ പോകുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ എനിക്കൊരിക്കലും ഹൈപ്പായി പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാണുന്നവർ കാണുക, സപ്പോർട്ട് ചെയ്യുക. അത്ര നീ പറയാൻ പറ്റുമോ? വേണമെന്ന് പറയാനില്ല. അയ്യോ എങ്ങനെയാണ് വരുന്നത്, എന്തെല്ലാം പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും വരുന്നില്ല പറയാൻ. അല്ല, പിന്നെ ഫുള്ള് പഠിത്തം, കോളേജ്, പോസ്റ്റിങ്, അങ്ങനെയൊക്കെ ബിസി ലൈഫാണ്. ഈ ബിസി ലൈഫിൻ്റെ ഇടയ്ക്കാണ് ഗൈസ് ഞാൻ ഓരോന്നൊക്കെ തുടങ്ങി വെച്ചേക്കുന്നത്. ബ്രേസ്ലെറ്റ് മേക്കിംഗ് ബിസിനസ്സും ഇതേപോലെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ തുടങ്ങി വെച്ചേക്കുന്നത്. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. എന്നാലും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെയല്ലേ ജീവിതം. എൻ്റെ മെമ്മറീസ് എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും മെമ്മറീസും ഞാൻ പരമാവധി എല്ലാ സൺഡേയും നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ പറയുന്നില്ല, ഇഷ്ടപ്പെട്ടവർ, ചാനൽ കാണുന്നവർ, വീഡിയോസ് കാണുന്നവർ, എൻ്റെ വീഡിയോസ് കാണുന്നവർ എല്ലാവരും എൻ്റെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എനിക്കിഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്തു. പിന്നെന്താ പറയാ, പിന്നെ ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറയാം. എനിക്ക് സംസാരിച്ച് ശ്വാസം മുട്ടുന്നു ഗൈസ്.
അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തിന്നത്തില്ല. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ തിന്നത്തില്ല. ഇതാണ്, ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇരിക്കും. ഇതിന് ഉള്ളിലോട്ട് ചെന്നാലേ എനിക്ക് ആരോഗ്യം കിട്ടും. അതെനിക്കറിയാം, എന്നാലും ഞാൻ ചെത്തി ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ എന്നെ കാണുന്നതായിരിക്കും. ബൈ ബൈ. ഞാൻ തിന്നട്ടെ, ഇനി ഞാൻ തിന്നിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.